ഗുഡ് മോർണിംഗ്, മർഹബ, സലാം അലൈക്കും. നമ്മുടെ വഹീബയിലെ ഒരു സുപ്രഭാതം പൊട്ടി വിടർന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് വഹീബ സാൻസിലാണ്. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ വന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ ഫാം ഒയാസിസ് റിസോർട്ടിലാണ്. അപ്പോൾ ഇന്നലത്തെ കലാപരിപാടികളൊക്കെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. ഇപ്പോൾ ഇതാ നേരം വെളുത്തു. നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. ഇന്ന് ഒരുപാട് 1-2 പ്രത്യേകതകളുള്ള ദിവസമാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? അതെ, എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇന്ന് താങ്കളുടെ പിറന്നാളാണ്. പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. താങ്കളുടെ പിറന്നാളുമാണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഇവിടെ വന്നത്. എന്തോ തനിക്കൊരു സാഡ്? മമ്മ ഓൾഡായി മാറിക്കൊണ്ടിരിക്കുക. സിയ മമ്മ മരിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, ചില എന്തായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾക്ക് ഇവിടെ തുടങ്ങാം. ഞോഞ്ഞി വൈറ്റമിൻ ഡി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എടീ മണ്ണിൽ കളിക്കലടി. ബാ 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 20 or 25 ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ട് കേട്ടാ ഈ നമ്മുടെ ഈ റിസോർട്ടില്. അതാ ഇവിടെ ഈ മുന്നിൽ കാണുന്നത് അവരുടെ സ്യൂട്ടുകളാണ്. നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഡീലക്സ് റൂംസും ആണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഓപ്പൺ എയർ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഇന്നലെ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പകൽ വെളിച്ചത്തിൽ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം കേട്ടോ. ഞാൻ ഇന്നലത്തെ വ്ളോഗിലും പറഞ്ഞായിരുന്നു, ഇന്നലെ നമ്മൾ വന്ന് കയറിയപ്പോൾ ഈ റിസോർട്ടിൽ നമ്മൾ മാത്രമാണ് ഗസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റിസോർട്ട് പ്രവർത്തിക്കണത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന്. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ കാര്യമായിട്ട് സ്പ്രെഡൊന്നും ഇല്ല കേട്ടോ. ഒരു ഓംലേറ്റ്, സോസേജ്, ബ്രെഡ്, പിന്നെ അതെന്താ പാൻ കേക്ക് പോലത്തെ ഒരു സംഭവം. ദോശയല്ല, പാൻ കേക്കാ. അങ്ങനത്തെ ലിമിറ്റഡ് സംഭവങ്ങളുള്ളൂ. അതെ, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, പിന്നെന്താ അതെന്താ ഒലീവ്സ് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, സ്വീറ്റ് മെലൺ, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സംഭവങ്ങൾ. എന്തായാലും ഇനി ഇത് ഒരു കരക്കടിപ്പിക്കട്ടെ, എന്നിട്ട് വരാം. ഭക്ഷണം കഴിഞ്ഞ് നമ്മളിതാ പുറത്തിറങ്ങിട്ടാ. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തണലത്ത് കൂടെ നടക്കുകയാണെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണലില്ലേ, സൂര്യന്റെ താഴത്തേക്ക് പോയോ പിന്നെ ഭയങ്കര ചൂടാണ്. അത് കാരണം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല നമുക്കിവിടെ. വൈകുന്നേരമായി സൂര്യനൊന്ന് അസ്തമിച്ചാൽ പിന്നെ ആക്ടിവിറ്റീസ് തുടങ്ങായി. ഓക്കെ എന്നാ പിന്നെ പറയണ്ട, നമുക്ക് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഫോൺ വിളി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ മതി. അതെ, ക്ലൂസ് കൊടുത്തു തുടങ്ങിയാൽ മതി. ഓക്കെ, അച്ഛനെയും വിളിക്കണേ. നമ്മൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നമ്മൾ അച്ഛക്ക് ഫോൺ കൊടുക്കാൻ പോവാണ്. നമ്മൾ ക്ലൂസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. One clue is to go to the bedside and check for the second clue. Oh, right? Yeah, first clue illa bedside പോകാനാണ്. കിട്ടിയാ? ഓക്കെ, പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നത്. Second clue is go to the cupboard and check inside or side. Check inside or side. ഓക്കെ. Or side. Side. അത് കബോർഡ് എടുത്തില്ല. എനിക്ക് കിട്ടി. കബോർഡിന്റെ ബാഗ്. എവിടെ? Your last clue is check everybody's bag and you will find the gift. എല്ലാവരുടെ ബാഗാ. ഏത് ബാഗൊന്നും എഴുതിയിട്ടില്ല. പിന്നെ വലിയ ബാഗിന് ഹാൻഡ് ബാഗും ഉണ്ട്. അപ്പൊ ഹാൻഡ് ബാഗ് കബോർഡിനകത്താണ്. അച്ഛന് ബാഗ് പുറത്തല്ല, എല്ലാവരും ബാഗ് അകത്താണ്. പേപ്പർ പേപ്പർ പീസാ ഒരു ബോക്സിലാണ്.
പിന്നെ ബോക്സ് ബാഗെന്ന് പറഞ്ഞു. ശരിക്കും നോക്കിട്ടോ ബാഗില് മാത്രം ബാഗില് മാത്രം ഇതിപ്പോ തപ്പി പിടിക്കാൻ എന്റെ ബാഗിലാണ് സമയം എടുക്കുമല്ലോ. സെക്കൻഡ് ഭാഗോ ഭാഗോ വാർഡ് ഭാഗമാണ് എന്റെ ബാഗിലേക്ക് ഞാൻ എല്ലാ സാധനം പുറത്ത് വെച്ച് സൂക്ഷിച്ച് നോക്കിട്ടോ. ഓക്കെ ബോക്സ് ഈ ബോക്സാ നോക്ക് നോക്ക് ഓ ഓ എന്താ ചിറി എന്താ ചിറി ജോനിയ എന്താ ചിറി ജോനിയ എന്താ സിയ ഓ ഭയങ്കര വലിയ ഹാർട്ടാണല്ലേ സിയ പതുക്കെ പൊട്ടിക്ക്. ഏ താൻ എവിടെ പോയിട്ടാ വാങ്ങി എവിടെ ഒളിപ്പിച്ചു? ഏ ഞാൻ ആ കാറിൽ നോക്കി ഞാൻ നോക്കണമെന്ന് വിചാരിച്ചതാ. അവിടെ നാഗ്പൂരിലൊന്നും കരുതിയിരിക്കാം. എക്സ്ട്രാ വീഴ്ചയൊക്കെ ഇനി അടുത്ത വർഷമാ. അപ്പൊ അതായിരുന്നു ഞോഞ്ഞിയുടെ സർപ്രൈസ്. എല്ലാരും ഹാപ്പി? ഏ എന്തായിരുന്നു? ഭയങ്കര വലിയ 2 കമ്മലാട്ടാ ഹാർട്ടിന്റെ. ഏ തകർത്ത്. ഏതാ? എന്താണ് കമ്മലിനെ പറ്റി താങ്കളുടെ അഭിപ്രായം? എനിക്കിഷ്ടമായി കമ്മല്. കാലിന് കറക്റ്റ് ആ വട്ടത്തില് ആ അല്ലേ അച്ഛേ? ഇപ്രാവശ്യം ദാരിദ്ര്യാണ്, അത് കാരണം കമ്മല്. അങ്ങനെ ഫൈനലി അച്ചുവിന്റെ ഫ്രണ്ട് മിത്തുവിനെ കണ്ടിരിക്കുകയാണ്. ഹായ് മിത്തു, ഹായ് ഫൈ. എവിടേക്ക് ഓടരുത്, പതുക്കെ പോയാ മതിയേ, പതുക്കെ പോണേ. കേസിലു കേസു हाथ मिलाओ. हैं किधर पहुंच गया? चिकना बन के क्या फर्क है? दाढ़ी निकाला है? अच्छा हो गया न्यू लुक. अच्छा. और कैसे था ट्रिप? कैसे था? अच्छा फर्स्ट क्लास. गुड. टायर्डनेस चल रहा है अभी. चलो जाता हूँ. അപ്പം നമ്മുടെ ഫുൾ ടീം ഇവിടെ എത്തിയിട്ടോ. നമ്മളിന്നിവിടെ മൊത്തം 5 ഫാമിലി ഉണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വന്നാണല്ലോ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും സംഭവങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് നമ്മൾ പതുക്കെ കഴിച്ചു തുടങ്ങുകയാണ്. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു, ഒന്ന് കിടന്ന് മയങ്ങി. അത് കഴിഞ്ഞത് അപ്പം 4:30 മണിയുണ്ട് കേട്ടോ. നമ്മളൊരു ഡെസേർട്ട് സഫാരിക്ക് പോവാണ് ഇപ്പോൾ. നല്ലൊരു ഗംഭീര 1.5 മണിക്കൂറുള്ള ഡെസേർട്ട് സഫാരിയാണ്, അതിന് പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്യൂൺ ബാഷിങ്ങിന് കൊണ്ടുപോകുന്ന ആള്. വാട്ട്സ് യുവർ നെയിം? സദീഖ്. സയ്യിദാണ് നമ്മളെ കൊണ്ടുപോകണത്. മാരക പോക്ക് എന്ന് പറഞ്ഞാൽ ഭീകര പോക്കാണ്, ഒരു രക്ഷയില്ലാത്ത പോക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആദ്യത്തെ 2 പോക്കിൽ തന്നെ മനുഷ്യന്റെ കിളി പോയി എന്നുള്ളതാണ് സത്യം. നമ്മുടെ ചുറ്റുവട്ടം കണ്ടോ, മുന്നിലും പിന്നിലൊന്നും ഒന്നും കാണാനില്ല, വെറും മണ്ണോട് മണ്ണ് മാത്രം. നമുക്കിതാ പോണ വഴിക്ക് ഒട്ടകങ്ങൾ വരെ ഓടിപ്പോണ് കാണാം. പക്ഷെ ഇതൊരു കാട്ടൊട്ടകല്ല, ഇതൊരു നാട്ടൊട്ടകാണ്. കണ്ട അതിന്റെ കാലൊക്കെ കെട്ടിയിട്ട്. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോന്നു. ഇവിടെ അങ്ങനെ കുറെ ഒട്ടകങ്ങളെ കാണാം, കുറെ എണ്ണം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ ഈ ഭാഗത്ത്. കണ്ടില്ലേ, നമ്മളിവിടെ ഒന്ന് ഇറങ്ങിട്ടോ. കണ്ടില്ലേ, കണ്ണത്താ ദൂരം മണൽക്കാടാണ്. ഇറങ്ങണില്ലേ? ഇതിലാട്ടോ, ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്, ഈ സൂപ്പർ സഫാരിയില്. വണ്ടി ഒരു രക്ഷയില്ലാട്ടാ, കിടിലൻ പോക്കായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. എങ്ങനെയുണ്ടായിരുന്നു അച്ഛയെ? അച്ഛനാണ് കാറ് ഭ്രാന്തൻ. അച്ഛനോട് ചോദിച്ചേക്ക എങ്ങനെയുണ്ടായിരുന്നു? സാൻഡിൽ കൂടെ മോളിൽ കൂടെ ഒക്കെ പോയപ്പോ പേടിയായോ? ഒട്ടും പേടിയായില്ലേ അച്ഛൻ? കെട്ടി വെച്ചിട്ടില്ല അല്ലേ? ചെലപ്പോ അത് കാട്ടു ക്യാമലാവും, അത് കാരണാവും. അച്ഛനൊക്കെ ശരിക്കും എൻജോയ് ചെയ്തുട്ടാ. അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾക്ക് ഇനിയും കുറച്ചു ദൂരം കൂടി പോകണം. സൺസെറ്റ് കാണലാണ് നമ്മുടെ ലക്ഷ്യം. ആയിക്കോട്ടെ, നമ്മളവിടെ നിർത്തി വീണ്ടും യാത്ര തുടരാട്ടോ. കണ്ടില്ല, ഒരു ഘനഗംഭീര ഇറക്കത്തിലേക്കാണ് നമ്മളീ പോണ്. ഭീകര സംഭവട്ടാ, ഭീകര സംഭവം. ഇതൊരു രക്ഷയില്ലാട്ടാ. എവിടത്? ഒരു രക്ഷയില്ലാട്ടാ, കുത്തനെയാണ് പോണ്. എന്താണിത് അച്ഛേ? എനിക്ക് പിന്നെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റണില്ല. എനിക്കൊന്നും അമ്മാതിരി കയറ്റാം. സോറി, ഇറക്കാം.
ഒരു രക്ഷയിലോട്ട് അതാ അതിൽ കൂടെയാണ് നമ്മൾ വന്നത് ഇവിടെ. ഓ അയ്യോ, ഇതാ സംഭവത്തിൽ കൂടെ നമ്മൾ ഇറങ്ങി വന്ന്. ഒരു രക്ഷയില്ലാട്ടാ. ആ മറത്താനി റോ നമ്മള് വീണ്ടും മോളിലേക്ക് പോവാട്ടാ. വന്നതും കണ്ട് ഒരു രക്ഷയില്ലാട്ടാ. ഓ സേഫ് വല്ലാഹി എന്താ മുഷ്കിൽ. അത് തകർത്തു തകർത്തു എന്ന് പറഞ്ഞാ തകർത്തു. അയ്യോ നല്ല ജീവൻ പോയിട്ടാ. എങ്ങനെയുണ്ടായിരുന്നു വെച്ചേ? രസമായിരുന്നല്ലേ? വീണ്ടും നമ്മളൊരു ഭീകര കയറ്റത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭീകര സംഭവം. അപ്പുറത്ത് നോക്കിയ അപ്പുറത്ത് ഒരു മലയുടെ താഴത്തെ ഏരിയാണ്, മൺകൂനയുടെ താഴത്തെ ഏരിയ. അതെ ചെരിഞ്ഞിട്ടുള്ള അപ്പുറത്ത് കൊക്കെയാണ്. നമ്മളൊരു തുമ്പിന്റെ മുകളിൽ കൂടി പോണത്. നമുക്കിതാ ജസ്റ്റ് സൺസെറ്റ് കാണാനുള്ള യോഗം കൂടി ഉണ്ടായിട്ടാ. കണ്ടില്ലേ സൂര്യനിതാ അസ്തമിച്ചോണ്ടിരിക്കണം. ജസ്റ്റ് കണ്ടു മാത്രം നമ്മള്. നമ്മുടെ കാർ ഇവിടെ നിക്കണുണ്ടോ? കണ്ടോ എഡ്ജില്, ഈ മൺകൂനയുടെ കറക്റ്റ് എഡ്ജിലാണ് ഈ കാറ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെ അപ്പുറം അങ്ങോട്ട് കൊക്കെയാണ്. അടിപൊളി വ്യൂട്ടാ. ഇന്നത്തെ നമുക്കൊരു അനുകൂലമല്ലാത്ത ഘടകം നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ പൊടിക്കാറ്റാണ്. നല്ല പൊടിക്കാറ്റാട്ടാ. ഈ മരുഭൂമിയിലെ പൊടിക്കാറ്റും കൂടി ആയുള്ള അവസ്ഥ അറിയാലോ. ഒരു രക്ഷയില്ല, കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടാ. അച്ചു ഇവിടെ ഇറങ്ങിപ്പോന്നോ? ഒരു രക്ഷയില്ല, ഭയങ്കര പൊടിക്കാറ്റ്. അങ്ങനെ നമ്മള് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിട്ടോ. സെയ്ദ് ശുക്രൻ അഹുയി ഇന്ത റകം വാഹത് വല്ലാ മറത്താനെ ഇക്കി അനസവി ടെലിഫോൺ മിഷൻ ഇന്ത. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കാൻ പോവാണ് കേട്ടോ. നമുക്കിന്ന് 3 പരിപാടികളുണ്ട്. 2 ബർത്ത്ഡേ ഉണ്ട്, പിന്നെ വാലന്റൈൻസ് ഡേ ഉണ്ട്. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ ഗിത്താറൊക്കെ എടുത്ത് അമ്മൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സ്പീക്കറൊക്കെ വെച്ച് ഇവിടെ പാട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം അത് കേൾപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയർ ഇതാ അപ്പോൾ ഇവിടെ സെറ്റാക്കി തരും. ഇതാ അവിടെ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റീലിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഫുൾ സജീവാണ് കേട്ടോ. हर गीत गजल सब कल की बातें तो नए तराने हैं, ताजा ताजा कली है हम उसके दीवाने हैं। Happy birthday to dear Bobby. അങ്ങനെ നമ്മുടെ 2 ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത് വാലന്റൈൻസ് ഡേ കേക്കാണ്. അത് നമ്മുടെ അമ്മമാരെ കൂടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. എല്ലാരും കൂടി ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നല്ല തകർപ്പൻ പരിപാടികളായിരുന്നു. പാട്ട്, ഡാൻസ്, പിന്നെന്തൊക്കെയായിരുന്നു, കേക്ക് കട്ടിങ്, സെലിബ്രേഷൻ, ആകെ കൂടി ജഗപൊകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഭക്ഷണവും പോയി കഴിച്ചു. വീണ്ടും കുറെ നേരം മറ്റേ എന്താ പറയാ പടമൊക്കെ കണ്ടു. പിന്നെന്താ ഗിത്താർ വായന. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം വൈകിട്ടാ
ഉറങ്ങിയത്. അത് കഴിഞ്ഞതാ ഇന്നിപ്പോ നേരം വെളുത്തു, നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പോവാണ്. അച്ചു രാവിലെ തന്നെ ഇറങ്ങിപ്പോയിണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടിയിട്ട്. അത്തേ ഭക്ഷണം കഴിക്കാൻ പോവാ, വാ വാ. എന്താ വേം വരിക കളിച്ചു മതി. गुड मॉर्निंग सुबह सुबह अकेला आके बैठ के खा रहा है. हेलो, हाय, हाउ आर यू? कैसे हो? हमने सोई नहीं है. ये क्यों? ये कपल बैठे हुए थे, वैलेंटाइन डे एंजॉय कर रहे थे. इन्होंने पूरा सनराइज देखा है कि अभी आ रहा है तभी आ रहा है. इन्होंने पूरा एंजॉय किया. कोई तो उठेगा, कोई नहीं उठेगा. लेकिन आप लोग वो मूवी देखा रात को? नहीं, हम लोग बाहर ही मतलब ग्रुप बना के बैठे हुए थे, चेयर्स पे ऐसे बात कर रहे थे. अच्छा. मूवी नहीं देखा? वो स्पीकर सब उधर ही पड़ा है. मूवी देखा था. थोड़ी मूवी विशेഷം അച്ചു. നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞുട്ടാ. ആ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാറെടുത്ത് അവിടുന്ന് ഇതാ ഇവിടെ കയറി വന്നു ഈ മലമുകളിൽ, മണൽ മുകളിൽ. അത് കഴിഞ്ഞതാ എല്ലാവരും ഇവിടെ കാറും പാർക്ക് ചെയ്യുന്ന ഷൂട്ടിംഗ് ആണ്, റീല്, ഷോട്ട്, ഈ വക പരിപാടികളാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒഴുക്കാവും. ഇത് കണ്ടില്ലേ, ഇത് അവിടെ ഒരു സെറ്റ് നിൽക്കണു, ഇത് അവിടെ ഒരു സെറ്റ് നിൽക്കണു. പിന്നെ കുറെ ആൾക്കാർ കാറിലും ഇരിക്കുന്നുണ്ട് കേട്ടോ ചൂട് കാരണം. റീലിന്റെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിനെ വെല്ലണ ഷൂട്ടിംഗ് ആണ്. ഇത് കണ്ടില്ലേ, എല്ലാരും ഫുൾ സെറ്റ് ആയിരുന്നത് കണ്ടില്ലേ. 2-3 ക്യാമറ ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാര് ഫുൾ ഡിസ്കഷൻ. കണ്ടില്ലേ, നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതാ ഈ മസ്ദ നമ്മളവിടെ പൂണ്ടു, മസ്ദ 7. അത് കഴിഞ്ഞതാ ആ കിടക്കണ പെജേറ ഉണ്ടല്ലോ, അതും ഇവിടെ പൂന്നു. അത് പക്ഷെ ഒരുവിധം നമ്മള് ഒപ്പിച്ച് പുറത്തെടുത്തു. ഡെസേർട്ട് ബാഗ് മസേ നമ്മുടെ ഹോണ്ട മാത്രം ഒരു കുഴപ്പമില്ലാതെ പയറ് പോലെ അവിടെ നിൽക്കണ്ട കേട്ടാ, ഇത്രയും ഓടിച്ചിട്ട്. पेजेरो पार किया, कुछ भी बोलो. पार किया, आप लोग सब लोगों ने उसको पुश किया. उसके बाद हम लोग वापस निकल गए. सारी मम्मियाँ बैठी हुई थी, सब लोग नीचे उतरे. बाद में पावर लगाया, पूरा मैन पावर यूज किया और पेजेरो नीचे आ गए. शाबाश. अभी खा लिए, मजदा निकालने के इधर से. बस वो भी हो जाएगा. हम पत्थर लेके आएगा फिर नीचे जाके. हो जाएगा. അപ്പൊ നമുക്ക് താഴെ പോയി കുറച്ച് കല്ലൊക്കെ പറക്കിയെടുത്ത് വരാം. നമ്മൾ വണ്ടി എടുക്കാനുള്ള പ്രയത്നത്തിലാണ്, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടാ. വണ്ടി കുടുങ്ങി കിടക്കുക തന്നെയാണ്, കണ്ടില്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഇതവിടെ നിന്ന് പൊക്കിയെടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. എന്താണെങ്കിലും മരുഭൂമിയിൽ പെട്ടു. വണ്ടി നമ്മളായിട്ട് എടുക്കാന്നുള്ള ശ്രമം വിജയിച്ചില്ല കേട്ടോ. നമ്മളെ കൊണ്ടായി എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ അവസാനം നമ്മുടെ സെയ്ദിനെ വിളിച്ചു. സെയ്ദ് നമ്മുടെ ഇന്നലെ ഡ്യൂൺ ബാറ്റിങ്ങിന് കൊണ്ടുപോയില്ലേ, ആ സെയ്ദ് വന്നു. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ വണ്ടി പൊക്കിയെടുത്തു. ഒരു പ്രശ്നം ഉണ്ടായില്ല, പുഷ്പം പോലെ പൊക്കിയെടുത്തു അങ്ങോട്ട്. എന്താണെങ്കിലും വണ്ടി ഇപ്പൊ നമ്മൾ പുറത്തെടുത്ത് കൊടന്നു കേട്ടാ. അങ്ങനെ നമ്മൾ 2 ദിവസം താമസിച്ച ഈ ക്യാമ്പിനോട് വിട പറഞ്ഞ് നമ്മൾ പോവാട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ കയറ്റിയിട്ടുണ്ട്, എല്ലാം ഉഷാറാണ്. ഇതാ നമ്മുടെ ഓറിയോ അവിടെ കിടക്കുന്നുണ്ട്, പെട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 1:15. ഇനിയിപ്പോൾ നേരെ നമ്മുടെ വീടിനെ ലക്ഷ്യമാക്കി വെച്ച് പിടിക്കാം. ഓൾ സെറ്റ് എല്ലാവരും? ലെറ്റ്സ് ഗോ. എസിയോടെ ഓ എസിയും വായിക്കാൻ തുടങ്ങിയ. नहीं, वो आपने मांगा, हमने झूठा मांगेगा, आपने कहा जो बच जाएगा मुझे बताना. भाई बचने का मतलब कि बिरयानी बनी, बची तो मत दे दो. झूठा खाना नहीं दे सकते आप गेस्ट को अपने. आप कैसे झूठा खाना दे रहे हो? पागल है, हम झूठा खाना खाएंगे? तो आपने मांगा, झूठा खाना मांगे थे. मुझे क्या मालूम, आपने कहा जो बच जाएगा. तो आप ऐसे कुत्ते की तरह खाना डालते हो झूठा किसी को? आपको दिया कुत्तों की तरह. मैं मारूंगा नहीं जब तक यहाँ पे ना रगड़ के, तब तक मैं नहीं मानूंगा. कंज्यूमर प्रोटेक्शन में मैं इनकी कंप्लेंट करूंगा कि झूठा खाना इन्होंने मेरे ऊपर सर्व किया है. झूठा खाना ये लाके हमको सर्व कर रहे हैं, कह रहे खाएंगे, खा लीजिए झूठा खाना. झूठा खाना यहाँ पे इतनी बड़ी हॉस्पिटैलिटी है, ये बंद करवाएगा आदमी हॉस्पिटैलिटी. आपका सीईओ दोस्त है मन्नू, आपको उसको कंप्लेन करना चाहिए. झूठा खाना खाएंगे, अपने गेस्ट को झूठा खाना कोई परोसता है? अरे झूठा खाना सर्व कर रहा है क्या? भिखारी है हम? नहीं आएंगे दूसरी बात. जो करोड़ों की प्रॉपर्टी है यार, भिखारी है यहाँ. साला 36 लोग हमारे अंडर में काम कर रहे हैं, झूठा खाना परोसेगा ये? प्यार से साला कर रहे हैं इसका. तुम सीईओ को कंप्लेन जरूर करना है इसका.
कॉल लगती है तो कर ही देते ना। अभी अभी करेंगे, जहाँ जहाँ जो जो कर सकते हैं वो तो करेंगे। हाँ करें यार, करें क्या होता है। चलो झूठा खाना कल लाके कह रहा है कि जो आपने झूठा खाना चाहिए, गेस्ट चाहिए, तरीका होता है। जो फॉरेनर की बात किए थे ना, वो वहां से खाली विजिट पे आते हैं, यहाँ के रिवाइज नहीं है, तो वो गुज जाते पीछे। भैया आपको भी, आप जो कर सकते कर लो, ठीक है। झूठा खाना किसी को सर्व नहीं किया जाता है। कहा ना आपको सर्व नहीं किया, आपको सर्व आपकी डिमांड पे किया। ट्रेनिंग गलत है तुम्हारी, आपकी डिमांड पे किया। आपको ऐसा बोलना चाहिए कि नहीं है। भाई मेरे को भी बहुत तरीका आता है, घुमाइए मत। कुछ आता है, आपको जो तरीका आता है कर लेना। अबे कल जूठा खाना दे रहा है, गेस्ट को जूठा खाना दिया जाता है। वो सब जो ओमानी छोड़े थे, गेस्ट को करते तरीका इसको सबको तंग कर रहा है ये कब से। आप क्या बोले थे मुझे? क्या कि खाना नहीं तो बिल्ली खा जाएगी। तब मैंने आपको क्या बोला? बिल्ली खा जाएगी, ये तरीका है, उसको पता है। ऊंचा बोले, मैंने अभी पुलिस को बुला पुलिस को, एक मिनट बुला। അപ്പോൾ ഗംഭീര ഒരു അംഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിന്റെ കൂടുതൽ ക്ലിപ്പൊന്നും ഞാൻ എടുത്തില്ല, അതാ ഇപ്പൊ എടുത്ത ഭാഗം നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയ റിസോർട്ടും സംഭവങ്ങളൊക്കെ നല്ല അടിപൊളി റിസോർട്ടും, അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസോർട്ടാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് മാനേജ് ചെയ്യണത് ഒരു വ്യക്തിയാണ്. ഒരു പ്രൊഫഷണൽ വേലൊന്നും അല്ല അത് മാനേജ് ചെയ്യണം. ഒരു വൺ മാൻ ഷോ ആണ്. ഒരു ഒമാനിയുടെ ആണ് ഈ റിസോർട്ട്. അയാളൊരു പാകിസ്ഥാനിനെ അത് നടത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അയാളുടെ സൗകര്യം പോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും അവിടെ ഇല്ല എന്നുള്ളൊരു മറുപടി മാത്രമാണ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ. എന്താ പറയാ, ഈവൻ വെള്ളം ചോദിച്ചാൽ വരെ നമുക്ക് എക്സ്ട്രാ വെള്ളം തരുക പോലും ഇല്ല. പിന്നെ എല്ലാത്തിനും ചാർജ് ചെയ്യണതും, ഈവൻ നമ്മൾ പോയ ഡ്യൂൺ ബാഷിങ്ങിന് അയാൾ പറഞ്ഞത് 40 റിയാലാണ്. അത് നമ്മൾ അവിടെ ഒരു അത്യാവശ്യം അംഗമൊക്കെ ഉണ്ടാക്കി, അത്യാവശ്യം ബഹളമൊക്കെ ഉണ്ടാക്കി, പിന്നെ ഡ്രൈവറായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട്, പിന്നെ നമ്മൾക്ക് ഡ്രൈവറാണ് 20 റിയാലാക്കി തന്നതൊക്കെ. അപ്പോൾ ഇയാൾ എല്ലാ സംഭവത്തിനും, റൈഡ്സ്, ഗെയിംസ്, അവിടുത്തെ ഭക്ഷണം, ഇതിനെല്ലാം അയാളുടെ തോന്നിയ വിലയാണ്. പിന്നെ അവിടെ തലേ ദിവസം ഒരു പരിപാടി നടക്കണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ വന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ ഷൂയൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു, മട്ടൻ ഷൂവ. അപ്പോൾ അവര് പറഞ്ഞായിരുന്നു രാത്രി ഷൂയുടെ ഒരു പോർഷൻ നമുക്ക് തരണമെന്ന്. അപ്പൊ ഇയാള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇയാളെല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിച്ചതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് കൊടുന്നു തന്നു. അത് നമ്മുടെ കൂടെ വന്നവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് തുടങ്ങിയ അംഗമാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ക്ലിപ്പില്, അതിനെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ ചോദിച്ചാൽ ഒരു സാധനവും ഇയാൾ തരില്ല. എല്ലാം ഇയാളുടെ തോന്നിവാസത്തിനാണ് നടത്തം. റിസോർട്ടും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇങ്ങനെ ഒരു മാനേജർമാരുണ്ടെങ്കിൽ എന്തായാലും രണ്ടാമതൊരാള് അവിടേക്ക് പോവില്ല. എന്തായാലും നമ്മളിനി അവിടേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നമുക്ക് വളരെ മോശമായ അനുഭവമായിരുന്നു അവിടുന്ന്. അപ്പോൾ ഈ റിസോർട്ടിലേക്ക് പോകാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഈ വ്യക്തിനെ ഒന്ന് സൂക്ഷിക്കുക. ഇയാളായിട്ട് അധികം ഡീല് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.